ടു മൈ ചാനൽ മാസ്യു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. NMMS പരീക്ഷ എഴുതി എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭൂരിഭാഗം കുട്ടികളും. അവരുടെ മെസ്സേജ് തുടരെ വന്നതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് ഓരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും എത്രയാണ് എണ്ണമാണ് ലഭിക്കുന്നത്, ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് മാർക്ക് ജനറൽ, SC, ST തിരിച്ചിട്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിൽ 3473 കുട്ടികൾക്കാണ് NMMS സ്കോളർഷിപ്പ് ലഭിക്കുക. ആ NMMS സ്കോളർഷിപ്പിൽ തന്നെ ഓരോ ജില്ലയിൽ അനുവദിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം വ്യത്യാസമാണ്. അപ്പോൾ ഓരോ ജില്ലയിലും എത്ര എണ്ണം വീതമാണ് സ്കോളർഷിപ്പ് ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. തിരുവനന്തപുരത്ത് ആകെയുള്ള സ്കോളർഷിപ്പ് 267 എണ്ണമാണ്. കൊല്ലം 243, പത്തനംതിട്ട 79, ആലപ്പുഴ 174, കോട്ടയം 144, ഇടുക്കി 94, എറണാകുളം 240, തൃശ്ശൂർ 289, പാലക്കാട് 325, മലപ്പുറം 667, കോഴിക്കോട് 376, വയനാട് 102, കണ്ണൂർ 305, കാസർഗോഡ് 168, ആകെ 3473. ഈ സ്കോളർഷിപ്പുകളുടെ ഓരോ ജില്ല തിരിച്ചുള്ള എണ്ണം നോക്കുമ്പോൾ തന്നെ കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മലപ്പുറത്താണ് 667 സ്കോളർഷിപ്പ്. ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് NMMS സ്കോളർഷിപ്പ് കിട്ടുന്ന ജില്ല മലപ്പുറത്താണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് സ്കോളർഷിപ്പ് കിട്ടുന്ന ജില്ല പത്തനംതിട്ടയാണ്, 79. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലെയും കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്കും വ്യത്യാസമായിരിക്കും. മലപ്പുറം ജില്ലയിലായിരുന്നു കഴിഞ്ഞ തവണ ഏറ്റവും വലിയ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൂടുതൽ മാർക്ക് നേടി ജയിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയിലായിരുന്നു. അപ്പോൾ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്കാണ് ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം. അപ്പോൾ അതിനു മുമ്പ് ഈ കട്ട് ഓഫ് മാർക്കിന്റെ സ്ഥിതി എന്താണ് എന്ന് പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. ഈ വർഷം ഇപ്പോഴും NMMS പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. NMMS പരീക്ഷ കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ആൻസർ കീ പരീക്ഷാഭവൻ പ്രസിദ്ധീകരിക്കും. ആ ആൻസർ കീ വെച്ചിട്ട് കുട്ടികളുടെ ആൻസർ പേപ്പറുകളെല്ലാം വാല്യൂ ചെയ്ത് നിശ്ചയിച്ചിട്ട് അതിൽ നിന്ന് ഓരോ ജില്ലയ്ക്കും വരുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം നോക്കി എത്ര മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് വരെ സ്കോളർഷിപ്പ് കിട്ടും എന്ന് കണക്കാക്കുമ്പോഴാണ് കട്ട് ഓഫ് മാർക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് അറിയാൻ ആയിട്ടില്ല. മറിച്ച് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്കാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ അത് ഈ വർഷത്തുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വഴി, കഴിഞ്ഞ വർഷത്തെ മാറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ വലിയ പ്രയാസമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. എന്നാൽ അതിനെക്കാട്ടി എളുപ്പമായിരുന്നു ഈ വർഷത്തെ ഈ NMMS പരീക്ഷയുടെ മാറ്റ് ചോദ്യങ്ങൾ. അതാണ് അവർ തമ്മിലുള്ള ചെറിയൊരു താരതമ്യം. ഏകദേശം രണ്ടും ഒരേപോലെ ആയിരുന്നു. എന്നാൽ സെറ്റിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളെക്കാൾ ടഫായിരുന്നു ഈ വർഷത്തേത് എന്നാണ് കുട്ടികളും അതുമായി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപകരും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കുകളുടെ അന്തരത്തിൽ 1-2 മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നല്ലാതെ വലിയ വ്യത്യാസം ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയില്ല. കഴിഞ്ഞ വർഷത്തിൽ നിന്നേക്കാളും പിന്നെയും മാർക്ക് കുറവാവാനാണ് സാധ്യത എന്നാണ് ഒരു 6 വർഷത്തെ എൻ്റെ ഈ മേഖലയിലെ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വെച്ചിട്ട് കുട്ടികളെ അറിയിക്കാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഓരോ ജില്ലയിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇനി. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഞാൻ അറിയിക്കുന്നത്. അതിൽ തന്നെ ജനറലിന്റെ മാർക്ക് എത്ര എന്നും, SC കുട്ടികളുടെ കട്ട് ഓഫ് മാർക്ക് എത്രയെന്നും, ST കുട്ടികളുടെ കട്ട് ഓഫ് മാർക്ക് എത്രയെന്നും കൂടെ ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ജനറലിൽ 115 മാർക്കായിരുന്നു
കട്ട് ഓഫ് മാർക്ക് 115 മാർക്ക്. അതായത് 115ഉം 115ന് മുകളിൽ 150 മാർക്കിന്റെ ചോദ്യമാണ്. 115ഉം 115ന് മുകളിലും മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ NMMS സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ SC കുട്ടികൾക്ക് 98 മാർക്ക്, ST കുട്ടികൾക്ക് 58 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ സ്കോളർഷിപ്പ് ലഭിക്കുമായിരുന്നു. കൊല്ലത്ത് 118 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് ജനറൽ ലിസ്റ്റിൽപ്പെട്ട ജനറൽ ആയിട്ടുള്ള കുട്ടികൾക്ക് കട്ട് ഓഫ് മാർക്ക് 118 SC കുട്ടികൾക്ക് 100 ST കുട്ടികൾക്ക് 63 അതായത് കൊല്ലം ജില്ലയിൽ 118ഉം അതിനു മുകളിലും മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം NMMS സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. പത്തനംതിട്ടയിൽ 112 മാർക്കാണ് ജനറൽ കട്ട് ഓഫ് മാർക്ക്. SC കുട്ടികൾക്ക് 98, ST 59. ആലപ്പുഴയിൽ ജനറൽ ലിസ്റ്റിൽ പെടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന കട്ട് ഓഫ് മാർക്ക് 115 SC കുട്ടികൾക്ക് 97, ST 66. കോട്ടയം 117 ജനറൽ, SC 94, ST 83. ഇടുക്കി 112 ജനറൽ കട്ട് ഓഫ് മാർക്ക്, SC 92, ST 83. എറണാകുളം ജില്ലയിലെ ജനറൽ ലിസ്റ്റിൽ 115 കട്ട് ഓഫ് മാർക്ക്, SC കുട്ടികൾക്ക് 98, ST 58. തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 125 ജനറലിൽ വരുന്നത്. SC കുട്ടികൾക്ക് 109, ST 61. പാലക്കാട് ജനറൽ ലിസ്റ്റിൽ 121 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക്. SC കുട്ടികൾക്ക് 104, ST 64. മലപ്പുറത്ത് 136 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ ജനറൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 136ഉം 136ന് മുകളിലും മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ കഴിഞ്ഞ തവണ മലപ്പുറത്ത് NMMS സ്കോളർഷിപ്പ് കിട്ടിയിരുന്നുള്ളൂ. 113 SCയുടെ കട്ട് ഓഫ് മാർക്ക്, ST 58. കോഴിക്കോട് 133 മാർക്കാണ് ജനറൽ ലിസ്റ്റ് കട്ട് ഓഫ് മാർക്ക്. SC കുട്ടികൾക്ക് 107, ST 71. വയനാട് 118 മാർക്കാണ് ജനറൽ ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക്, SC 92, ST 100 മാർക്ക്. കണ്ണൂര് 126 കുട്ടികളാണ് ജനറൽ ലിസ്റ്റിൽ വരുന്നത്. കട്ട് ഓഫ് മാർക്ക് 126, SC 94, ST 84. കാസർഗോഡ് 121 121 ജനറൽ ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക്, SC 89, ST 93. ഈ തരത്തിലാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ മാർക്കിന് തൊട്ടിട്ടുണ്ടാവുമെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുകൂടെ ഈ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ സ്കോളർഷിപ്പിന്റെ ഓരോ ജില്ലയിലത്തെ ഓരോരോ കാറ്റഗറിയിലെ ജനറൽ ലിസ്റ്റ്, അതുപോലെ SC ST എന്ന ലിസ്റ്റിലുള്ള കട്ട് ഓഫ് മാർക്കിന്റെ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇപ്പോഴേ പരീക്ഷാ ഭവന്റെ ആൻസർ കീ വരും, അത് നിങ്ങളെ പരിചയപ്പെടുത്തും മാത്സ്യോട്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.